ഉഹുദ് മലക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഉഹുദ് മല ഇഷ്ടമാ. ഉഹുദ് മല എന്നെ ഇഷ്ടപ്പെടുന്ന മലയാണ്. അത് എന്റെ ബാബിൽ ജന്ന, അത് സ്വർഗത്തിന്റെ വാതിൽക്കൽ ഉണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ദജ്ജാൽ വന്ന് ഉഹുദ് മലയുടെ അടുത്തേ വരുള്ളൂ. ഉഹുദ് മലക്കിന് കയറുമ്പോഴത്തിന് മലക്കൾ ചവിട്ടിയാണ് പുറത്താക്കും. എന്റെ അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട മലയാണ് ഏത്? അവിടേക്ക് ചവിട്ടാൻ പറ്റൂല. ആർക്ക് പറ്റൂല? ദജ്ജാലിന് പറ്റൂല. ദജ്ജാൽ ഇങ്ങനെ പറക്കും, കാറ്റ് പറക്കും പോലെ അങ്ങനെ പറക്കും നാടാകെ. എന്നിട്ട് എവിടെ വരും? ഉഹുദ് മലയുടെ എത്തുമ്പോൾ സറത്തുൽ മലായിക കാല് ചവിട്ടി പുറത്തടാക്കും. ഓടെ ചവിട്ടല്ലേ പുറത്തടാക്കും. ആരെ? ദജ്ജാലിനെ. ഈ ഹദീസ് ബുഖാരി മുസ്ലിമിനുണ്ട്. പുറത്ത് ചവിട്ടിയ പുറത്താക്കും. അതിനപ്പുറം കിടക്കൂല. ഉഹുദ് മലന്റെ അവിടുന്ന് അപ്പുറം കടന്നൂല. എൻ്റെ റസൂലുള്ളാഹിയുടെ മെഹബൂബാണ്. ആര്? റസൂലുള്ളാഹിക്ക് വലിയ ഹബീബാണ്. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മലയാണ്. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട മലയുമാണ് ഏത്? ഉഹുദ്. അവിടേക്ക് ചവിട്ടാൻ ദജ്ജാലിന് കഴിയില്ല. ഹദീസ് ശരീഫിലുണ്ട്. വിശ്വാസം വിശ്വസിച്ചോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ ബഹുമാനിക്കാത്ത ഒരു വാക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുകയില്ല. ശൈഖുൽ അംബിയായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൂഹ് എന്ന് വിളിച്ചുകൊണ്ട് മാത്രമല്ല, ജാഹിലിയങ്ങളെ പോലൊക്കെ പെരുമാറരുത് നൂഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ നൂഹ് നബിയോട്? സയ്യിദുനാ നൂഹ്, ഉറക്കപ്പറ സയ്യിദുനാ നൂഹ്, ഉറക്കപ്പറ സയ്യിദുനാ നൂഹ്. എന്താ കുട്ടി ചിന്തിച്ചത്? ആരാണ്? മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. മനുഷ്യന്മാരെ, ഒരു സലാത്ത് മജ്ലിസ് പോരാ കേട്ടോ. രാവും പകലും സലാത്ത് ചൊല്ലിക്കോളും, നല്ല രക്ഷപ്പെടും. അതല്ലാത്തൊരു രക്ഷയില്ല കേട്ടാ, ഒരു രക്ഷയില്ല. സലാത്ത് ചൊല്ലിക്കോളി രാവും പകലും, രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കരിച്ചോളി, നോമ്പ് പോറ്റോളി, രാവും പകലും സലാത്ത് ചൊല്ലിക്കോളി. എന്നാൽ ദുനിയാവിൽ രക്ഷപ്പെടും, ആഖിറത്തിൽ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്താ വിചാരിച്ചത്? മുത്തു മുഹമ്മദ് മുസ്തഫയുടെ സ്ഥാനം, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനം നിങ്ങൾ ചിന്തിക്ക്. ജാഹിലിയങ്ങളെ കൂട്ടത്തിൽ വർത്തമാനം പറയാണോ എന്ന് ചോദിച്ചില്ലേ നൂഹ് നബിയോട്? 950 കൊല്ലം പണിയെടുത്തിട്ട്. യാ നൂഹ്, يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين. കൻആൻ നൂഹ് നബിയുടെ 4ാമത്തെ മകനാണ് കൻആൻ. കൻആൻ പ്രളയത്തിൽ മുങ്ങി മരിച്ചുപോയി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, പടച്ചോനെ, എൻ്റെ കുട്ടീനെ എൻ്റെ കണ്ണിൻ്റെ മുട്ടിലിട്ട് ഈ കൊന്നില്ലേ? വാന്ത ഹക്കമുൽ ഹക്കീമീൻ, നീ ഹക്കമുൽ ഹക്കീമീനായ റബ്ബല്ലേ, നീ ഏറ്റവും വലിയ ജഡ്ജിയല്ലേ, വിധികർത്താവല്ലേ, നീ നീതിമാനല്ലേ, ജിൻ്റെ കണ്ണിൻ്റെ മുന്നിലിട്ടിട്ട് എൻ്റെ കുട്ടീനെ കൊല്ലാൻ പറ്റുമോ പടച്ചോനെ എന്ന് പറഞ്ഞുപോയി. ആര് പറയും? ആര്? നൂഹ് നബി അലൈഹിസ്സലാം. ഉടനെ മറുപടി, നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അതൊന്നും ആ ജാതി സൈസൊന്നും സ്വന്തം കുട്ടി എന്ന് പറയണ്ടട്ടാ, നിന്റെ കൂട്ടത്തിൽ ഞാൻ വലിച്ചു പുറത്തേക്കിടും. ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. തോന്നിയാസം ചെയ്ത് നടക്കുന്നവൻ എങ്ങനെയാണ് നിങ്ങളെ കുട്ടിയാവുക? ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് വിവരമില്ലാത്ത നീ എന്നോട് സംസാരിക്കരുത്. ഇന്നി അഅ്ളുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലിയങ്ങളെ കൂട്ടത്തിൽപ്പെട്ട് വർത്തമാനം പറയരുത് എന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ആരോട് പറഞ്ഞു? ആര് പറയും? അല്ലാഹ് പറഞ്ഞു. ആരോട്? നബിയോട്. ഇന്നി അഅ്ളുക അൻ തകൂന മിനൽ ജാഹിലിയങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഇതോ മുത്തുനബിയോ ഫൗഹാ ഇലാ ഇബ്നിഹി മാ ഔഹാ. യാ പടച്ചോനെ, ആർക്കുമില്ലാത്ത വിവരം അല്ലാഹു നൽകിയ ആർക്ക്? മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് ജിബ്രീലിന് വിവരമില്ല അലൈഹിസ്സലാം. ആദം നബിയുടെ കയ്യിലുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാം, വഹയെല്ലാം ജിബ്രീലിന് അറിയും അലൈഹിസ്സലാം. ഷീസ് നബിയുടെ വിവരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയും. നൂഹ് നബിയുടെ വിവരം ജിബ്രീലിന് അറിയും അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ അലൈഹിസ്സലാം അറിയും. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അവരുടെ വിവരം ജിബ്രീലിന് അറിയും. എല്ലാവരുടെയും വിവരത്തിന്റെ മധ്യവർത്തിയാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്നാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വിവരം ജിബ്രീലിന് അറിയുകയില്ല. എന്തുകൊണ്ട്?
ഒറ്റക്ക് കിട്ടിയപ്പോൾ കൊടുക്കേണ്ട വിവരമെല്ലാം ആരും അറിയാതെ ഉടമക്കാരൻ അടിമക്ക് നൽകിയിട്ടുണ്ട്. സലാത്തുള്ള സലാമുള്ള അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുള്ള സലാമുള്ള അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യന്മാരെ, നമുക്ക് റസൂലുള്ളാഹിനെ മനസ്സിലാവില്ല, നമുക്ക് മദീനയിലെ മണ്ണ് മനസ്സിലാവില്ല, പിന്നെന്താ റസൂലുള്ളാഹ്. നമുക്ക് മദീനയിലെ മണ്ണ് മനസ്സിലാവില്ല. ഞങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാം, ഞങ്ങൾ നല്ല ഉഷാറിലിരുന്നാൽ. നിങ്ങൾക്കൊക്കെ നിഅമത്തുള്ളവരാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ ഉപകരിക്കും എന്നുവെച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ഇൽമു പറഞ്ഞുതരാം. പറഞ്ഞു തരട്ടെ, ഞങ്ങളെ കയ്യിലൊക്കെ നിഅമത്തുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കൊരു ഇൽമു പറഞ്ഞു തരാൻ പോവാണ്. കേട്ടോളിട്ടോ, നിങ്ങൾക്കത് ഉപകരിക്കും, നിങ്ങൾക്കത് നടപ്പിലാക്കാനും പറ്റും. റമളാനും ബിൽ മദീന ഖൈറും മിൻ അൽഫി റമളാൻ മിമ്മാ ഫീമാ സിവാഹാ മിനൽ ബുൽദാൻ. മദീനയിൽ ഒരു റമളാനിൽ കൂടുക എന്ന് പറഞ്ഞാൽ മദീനയല്ലാത്ത നാടുകളിൽ 1000 റമളാനിൽ കൂടുന്നതിനേക്കാൾ നല്ലതാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ പഠിച്ചോനെ. അപ്പൊ നമുക്ക് മദീന തന്നെ തിരിയില്ല, പിന്നീട് നബിയെ തിരിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്ത് പറഞ്ഞേ? റമളാനും ബിൽ മദീന, മദീനയിൽ ഒരു റമളാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഖൈറും മിൻ അൽഫി റമളാൻ ഫീമാ സിവാഹാ മിനൽ ബുൽദാൻ. മറ്റു നാടുകളിൽ അൽഫ് മിഅത്തു അല്ല, എത്ര മറ്റു നാടുകളിൽ 1000 റമളാൻ കിട്ടുന്നതിനേക്കാൾ നല്ലത് മദീനയിൽ ഒരു റമളാൻ കിട്ടലാണ്. എന്താ അല്ലാഹുവേ, ഇന്നിപ്പോ നമുക്ക് അതിനൊക്കെ നിഅമത്തില്ലേ? പറയും മനുഷ്യന്മാരെ ഇല്ലേ? ഉണ്ടല്ലോ. ഒന്ന് പോയിക്കൂടെ? അല്ലാഹു തൗഫീഖ് തരട്ടെ. പഠിച്ചോനെ, മരിക്കണമ്പോ അതിനൊരു അവസരം തരണമേ. ഒന്ന് മനസ്സ് തുറന്ന ആമീൻ പറയേ. എന്നിട്ട് അവിടെ വെച്ചിട്ട് എനിക്കും ദ്വാരക്കും വേണട്ടോ. ഈ ആദ്യത്തെ ഞാനല്ലേ പറഞ്ഞെന്ന് മറക്കരുത് കേട്ടാ. എനിക്കും ദ്വാരക്കണേ. ആർക്കെങ്കിലും അടുത്ത വല്ല അവസരം ഉണ്ടായാൽ എനിക്ക് ദ്വാരക്കണം കേട്ടാ. ദ്വാരക്കൂലേ? മറക്കരുത് കേട്ടാ. എന്താ മുത്തനബി പറഞ്ഞത്? റമളാനും ബിൽ മദീന, മദീനയിൽ ഒരു റമളാനിൽ കൂടുക എന്നാൽ ഖൈറും മിൻ അൽഫി റമളാൻ ഫീമാ സിവാഹാ മിനൽ ബുൽദാൻ. മറ്റുള്ള നാടുകളിൽ 1000 റമളാനിൽ കൂടുന്നതിനേക്കാൾ നല്ലത് മദീനയിൽ ഒരു റമളാനിൽ കൂടുതലാണ്. അപ്പൊ നമുക്ക് മദീന അറിയോ? പിന്നീട് നബിനെ അറിയണ്. നമുക്ക് മദീന അറിയോ? എന്തവരൊക്കെ വിചാരിച്ച് ഇവർക്ക് മദീന തിരിയോ? ഇതൊക്കെ എതിർത്ത് നടക്കണ മനുഷ്യന്മാർക്ക് മദീന തിരിയോ? മദീനയിലെ മണ്ണ് തിരിയോ? ആ മണ്ണിൽ ഒരാൾ റമളാനിൽ കഴിഞ്ഞുകൂടിയാൽ, മദീന പള്ളി എന്നല്ല പറഞ്ഞ മദീന എന്നാണ്. മദീനയിൽ ഒരു റമളാനിൽ കൂടാൻ കഴിഞ്ഞാൽ അതാണ് നല്ലത്. എന്തിനേക്കാൾ 1000 റമളാൻ വേറെയുള്ള നാട്ടിൽ കൂടുന്നതിനേക്കാൾ നല്ലത് മദീനയിൽ ഒരു റമളാൻ കിട്ടലാണ്. മുഹമ്മദ് മുസ്തഫ اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم. അവസരം തരണം പഠിച്ചു. ഒക്കെ വെളുത്തു, കറുത്തതൊക്കെ വെളുത്തു, എല്ലാ ഹൃദയത്തിലുള്ള കറുപ്പും വെളുത്തു. നീ തൗഫീഖ് തരണമേ അല്ലാ. മനുഷ്യ, നിനക്ക് റസൂലുള്ളാഹിനെ പോയിട്ട് നിനക്ക് മദീനയിലെ മണ്ണറിയോ? നിനക്ക് വേറെ മദീനയിലെ മണ്ണറിയോ? റമളാനും ബിൽ മദീന ഖൈറും മിൻ അൽഫി റമളാൻ ഫീമാ സിവാഹാ മിനൽ ബുൽദാൻ. മറ്റുള്ള നാടുകളിൽ 1000 റമളാൻ കിട്ടുന്നതിനേക്കാൾ നല്ലത് മദീനയിൽ ഒരു റമളാൻ കിട്ടലാണ്. മുഹമ്മദ് മുസ്തഫ ഉബാറുൽ മദീന യുബ്രിഉൽ ജുനാം. മദീനയിലെ പൊടിമണ്ണുണ്ടല്ലോ, അത് തട്ടിയാൽ അത് കുഷ്ഠത്തിന് പോലും മരുന്നാണ്. ഉബാറുൽ മദീന, പൊടി, ഇതിനാണല്ലോ ഉബാർ അറിയാം അല്ലേ? അറിയാം, ഇതല്ലേ ഉബാർ? പൊടിമണ്ണ്, അത് തട്ടിയ കുഷ്ഠം മാറും. മുത്ത് മുഹമ്മദ് മുസ്തഫ ഉബാറുൽ മദീനത്തി,
മദീനയിലെ പൊടിമണ്ണ് യുബരിഉ സുഖപ്പെടുത്തും അൽ ജുദാം കുഷ്ഠത്തെ പോലും. ലോകത്തെ ഏറ്റവും ഭയാനകമായ രോഗമാണ് എന്ത്? കുഷ്ഠം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു യാ അദാബ് ഞങ്ങൾക്ക് വരരുതേ. അല്ലാഹ് കാക്കണം. അല്ലാഹ് കാക്കണം. അല്ലാഹ് കാക്കണം. അല്ലാഹ് കാക്കണം. മരണം വരെ പൂർണ്ണാരോഗ്യരായി നല്ല സ്നേഹത്തോടുകൂടി ജീവിക്കാൻ തൗഫീഖ് തരണം റബ്ബേ. ജനങ്ങൾ വെറുക്കുന്ന രോഗം വരരുത് പടച്ചോനെ, ഞങ്ങളെ കാക്കണമേ റബ്ബേ. എന്നാൽ മദീന, എന്റെ മദീനയിലെ പൊടിക്കാറ്റ് തട്ടിയാ മഴയാണ്. അത് കുഷ്ഠത്തെ പോലും സുഖപ്പെടുത്തും. അപ്പോൾ മനുഷ്യ, നിനക്ക് മദീനയിലെ പൊടിമണ്ണറിയുമോ? പിന്നെ എല്ലടോ റസൂലുള്ളാഹിനെ അറിയല്. നിനക്ക് റസൂലുള്ളാഹിനെ പോയിട്ട് മദീനയിലെ പൊടിമണ്ണ് അറിയുകയില്ല. ഈ റഹ്മത്തുള്ളാഹിക്ക് അറിയുകയില്ല. എനിക്ക് മദീനയിലെ പൊടിമണ്ണ് പോലും അറിയൂല. ഖിയാമത്ത് വരെ പഠിച്ച ആ പൊടിമണ്ണിന്റെ മാത്രം മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നീട് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ, എന്റെ മദീനയിലെ പൊടിമണ്ണ് തട്ടിയാൽ, ആ പൊടിമണ്ണ്, പൊടിക്കാറ്റിലെ പൊടിമണ്ണ് തട്ടിയാൽ കുഷ്ഠം പോലും സുഖപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ്, ആ പൊടിമണ്ണൊക്കെ ഇനി ഞങ്ങൾക്ക് തട്ടണമേ പഠിച്ചോനെ. എന്താപ്പാ പറഞ്ഞതൊക്കെ. മലക്കുകൾ പാവറാവ് നിൽക്കാത്ത ഒരേരിയും മദീനയിലില്ല. മദീനയിലെ മലയാണ് ഉഹുദ്. അത് ഇൻദ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽക്ക് തന്നെ ഉണ്ടാകും. അത് കാണാൻ നീ ഞങ്ങൾക്ക് അവസരം തരണം. ആ മലന്റെ അടുത്തുകൂടെ ഉള്ളിക്ക് കയറാൻ നീ അവസരം. ഒന്നാം ഓർക്കാമയും പറയും, മനുഷ്യന്മാരെ നിങ്ങൾക്ക് പൂതിയില്ലേ? നിങ്ങൾക്ക് പൂതിയില്ലേ? സ്വർഗത്തിന്റെ വാതിൽ കടന്നാൽ ആദ്യം കാണൽ എന്താണ്? ഉഹുദ് മലയാണ്. മുഹമ്മദ് മുസ്തഫ. അത് നീ ഞങ്ങളെ കാണിക്കണമേ പക്ഷേ. എടാ, നിനക്ക് ഉഹുദ് മലയിലെ പച്ചമണ്ണിനെ അറിയോ? പിന്നെണ്ട് റസൂലുള്ളാഹിനെ നിനക്കറിയത്? എനിക്കറിയില്ല, എനിക്കറിയില്ല. ഉഹുദ് മലയെ അറിയുകയില്ല. ഉഹുദ് മലയെ പോലും പഠിച്ചാൽ അറിയുകയില്ല. അത് സ്വർഗത്തിന്റെ വാതിൽക്കൽ ആ മലയുണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കറിയൂലേ ഉഹുദ് യുഹിബ്ബുന, ഉഹുദ് മലക്ക് എന്നെ വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വനുഹിബ്ബുഹു, എനിക്ക് ഉഹുദ് മലയെയും ഇഷ്ടമാ എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് പറഞ്ഞു. അവിടെയൊക്കെ പോകുമ്പോൾ നോക്കിയ നാളെ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന മല, അതിന് കണ്ണുമൂക്കുണ്ട്. റസൂലുള്ളാഹിനെ ഇഷ്ടമാണ് ആ മലക്ക്. മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത്? ഉഹുദ് മലക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഉഹുദ് മല ഇഷ്ടമാണ്. അത് സ്വർഗത്തിന് വാതിൽക്കൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്ന മലയാണ് വാതിൽക്കൽ ഉണ്ടാവുന്നത്. അപ്പൊ സ്വർഗത്തിന് കാരണം എന്നെ ഇഷ്ടപ്പെടലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് മനസ്സിലാക്കാനേ വലിയ ബുദ്ധിയൊന്നും വേണ്ട, കുറഞ്ഞ ബുദ്ധി ഉണ്ടായാലും മതിയാവും. പിന്നെ കുരുത്തക്കേട് പറ്റിയാൽ മനസ്സിലാവില്ല. കുരുത്തക്കേട് വാപ്പാക്ക് ഉണ്ടാവും, അത് പിന്നെ മക്കൾക്കും കൊടുങ്ങും. അള്ളാഹു കാക്കട്ടെ. കുരുത്തക്കേട് നോക്കിയില്ല. ഉഹുദ് മലക്ക് നിസ്കാരം നോമ്പൊന്നുമില്ലല്ലോ, അത് മലയല്ലേ. എന്നാലും അതിന് ഇന്ന വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇൻദ ബാബിൽ ജന്ന, ഉഹുദ് മല സ്വർഗത്തിന്റെ വാതിൽക്കൽ തന്നെ ഉണ്ടാവും. സ്വർഗത്തിന്റെ വാതിൽ ഒരാളാണ് കടന്നാൽ ആദ്യം കാണും ഉഹുദ് മലയാണ്. 1.5 കിലോമീറ്റർ ഉയരത്തിലും 6 കിലോമീറ്റർ നീളത്തിലും കിടക്കുന്ന മല, അതാണ് ഉഹുദ് മല. 1.5 കിലോമീറ്റർ ഉയരത്തിലും 6 കിലോമീറ്റർ നീളത്തിലും കടക്കുന്ന മദീനയുടെ കവാടത്തിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന പ്രധാനപ്പെട്ട മലയാണ് ഏത്? ഉഹുദ് മല. ആ ഉഹുദ് മലക്ക് ഇന്നെ വലിയ ഇഷ്ടമാണ്, എനിക്ക് അതിന് ഇഷ്ടം. ഇന്ന ഉഹുദൻ യുഹിബ്ബുനാ, ഉഹുദിനെ എന്നെ ഇഷ്ടമാണ്. വനുഹിബ്ബുഹു, എനിക്ക് ഉഹുദിനെയും ഇഷ്ടമാണ്. ഫഇന്നഹു ഇൻദ ബാബിൽ ജന്ന, ആ മല സ്വർഗത്തിന്റെ വാതിൽക്കൽ തന്നെ ഉണ്ടാവും. മനുഷ്യരെ എന്തുകൊണ്ടാണ് തിരിയൂല? ഉഹുദ് മല സ്വർഗത്തിൽ കിടന്നത് മുത്തുനബിയെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്നല്ലേ ഈ ഹദീസിന്റെ അർത്ഥം? ഒന്ന് പഠിച്ചൂടെ മനുഷ്യന്മാരെ? സുന്നികളെ ആക്ഷേപിക്കുന്നതിന് പകരം ഒന്ന് പഠിച്ചൂടെ മനുഷ്യന്മാരെ? സുന്നികളെ ആക്ഷേപിക്കുന്നതിൽ വിരോധമില്ല, നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോളി. എന്നെ ആർക്കും ആക്ഷേപിക്കാം, ഒരു വിരോധവും ഇല്ല. പക്ഷെ ഇത് മുത്തുനബി പറഞ്ഞതല്ലേ? മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കും,
അള്ളാഹിന്റെ ഹബീബിനെ സ്നേഹിച്ച മലയാണ് ഉഹദ് മലക്ക് വലിയ ഇഷ്ടമാണ്. അതിപ്പോ എങ്ങനെയാ നമുക്കത് മനസ്സിലാക്കുക? റസൂലുള്ളാഹിനെ ഉഹദ് മലക്ക് ഇഷ്ടമാണെന്ന് ഇപ്പൊ എങ്ങനെയാ നമ്മളത് മനസ്സിലാക്കുക? ഞാൻ അതൊന്നും ആലോചിച്ച് നോക്കുക. അതേ എങ്ങനെ കിട്ടും? ഒരാൾക്ക് ഇപ്പോൾ ഒരാളെ ഇഷ്ടമാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങളോട് കൂടെ കയറി വന്ന് കൈ എന്ന് സാധാ ഞാനും നിങ്ങളെ കെട്ടിപ്പിടിക്കട്ടെ, ഞാൻ നിങ്ങളോടൊപ്പം ഒരു മൊബൈലിൽ ഫോട്ടോ എടുക്കട്ടെ, എങ്ങനെയൊക്കെ സാധാരണ പറയും. അപ്പൊ മനസ്സിലാക്കുക ആൾക്ക് നമ്മളോട് പറയാ ഇഷ്ടമുണ്ട്. ഇപ്പൊ ഉഹദ് മലക്ക് നബീനെ ഇഷ്ടം എങ്ങനെ ഇപ്പൊ മനസ്സിലാവുക? എങ്ങനെ ഇപ്പൊ അത് മനസ്സിലാവുക? എന്നാ ബുഖാരിയിലെ ഹദീസിലുണ്ട്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉഹദ് മലയെയും ഉഹദ് മലക്ക് എന്നെയും വലിയ ഇഷ്ടമാണ്. എന്നാ ഇപ്പൊ എന്താ മനസ്സിലാകല്? എങ്ങനെയാ മനസ്സിലാകല്? എങ്ങനെ ഇപ്പൊ മനസ്സിലാവുക? ഉഹദ് മല വന്നിട്ട് നബിയെ കെട്ടിപ്പിടിക്കേ കയ്യേര്, എങ്ങനെ ഇപ്പൊ അത് മനസ്സിലാവുക? നബിന്റെ ഒപ്പം വിരുന്ന് പോവുകയെ പുതിയാപ്പിള പോവുകയെ അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം. ചിന്തിക്കണം, അതിനെ വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുക? അല്ലാഹു അഅലം എന്തൊക്കെയാണ്. ചിലപ്പോൾ അതിലാവും പകലും സ്വലാത്തിലുണ്ടാവും മുത്ത് നബിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ. നമ്മളത് കേൾക്കുന്നുണ്ടാവില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, വസ്തുക്കൾ ചെല്ലുന്ന തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നതുപോലെ ഒരുപക്ഷെ ആ മല വല്ലാതെ സ്വലാത്തിലുണ്ടാവും മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക്. മുഅ്മിനെ ചിന്തിക്കണം. ഞാൻ പറയുന്നത് പിരിഞ്ഞ് നടക്കുന്നവരൊരു പുനഃപരിശോധന നടത്തുക. റബീഉൽ അവ്വൽ മാസത്തെ ആദരിക്കാത്ത സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒരു പുനഃപരിശോധന നടത്താൻ തയ്യാറാകണം. ഒന്ന് പഠിക്കേ, ഈ പറഞ്ഞൊക്കെ ശരിയാണോ അല്ലെന്നൊന്ന് പഠിച്ചാൽ. ഉഹദ് മലക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഉഹദ് മല ഇഷ്ടമാ. ഉഹദ് മല എന്നെ ഇഷ്ടപ്പെടുന്ന മലയാണ്. അത് ഇൻദ ബാബിൽ ജന്ന, അത് സ്വർഗത്തിന്റെ വാതിൽക്കൽ ഉണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ദജ്ജാൽ വന്ന് ഉഹദ് മലയുടെ അടുത്തേ വരുള്ളൂ. ഉഹദ് മലക്കിന് കയറുമ്പോഴത്തിന് മലക്കൾ ചവിട്ടിയാണ് പുറത്താക്കും. എന്തേ? അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട മലയാണ് ഏത്? അവിടേക്ക് ചവിട്ടാൻ പറ്റൂല. ആർക്ക് പറ്റൂല? ദജ്ജാലിന് പറ്റൂല. ദജ്ജാൽ ഇങ്ങനെ പറക്കും, കാറ്റ് പറക്കും പോലെ അങ്ങനെ പറക്കും നാടാകെ. എന്നിട്ട് എവിടെ വരും? ഉഹദ് മലയെടുത്തുമ്പോൾ സറത്തുൽ മലായിക കാല് ചവിട്ടി പോർത്തണ്ടാക്കും. ചവിട്ടല്ലേ പോർത്തണ്ടാക്കും. ആരെ? ദജ്ജാലിനെ. ഈ ഹദീസ് ബുഖാരി മുസ്ലിമിനുണ്ട്. ചവിട്ടിയാണ് പുറത്താക്കും. അതിനപ്പുറം കിടക്കൂല. ഉഹദ് മലന്റെ അവിടുന്ന് അപ്പുറം കടന്നു പോവില്ല. എൻ്റെ റസൂലുള്ളാഹിയുടെ മഹബൂബാണ്. ആര്? റസൂലുള്ളാഹിക്ക് വലിയ ഹബീബാണ്. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മലയാണ്. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട മലയുമാണ് ഏത്? ഉഹദ്. അവിടേക്ക് ചവിട്ടാൻ ദജ്ജാലിന് കഴിയില്ലാന്ന് ഹദീസ് ഷരീഫിലുണ്ട്. വിശ്വാസമുള്ള വിശ്വസിച്ചോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് റസൂലുള്ളാഹിനെ പോയിട്ട് റസൂലുള്ളാഹിനെ നമുക്ക് മദീന മനസ്സിലാവും, നമുക്ക് മദീന മണ്ണ് മനസ്സിലാവും. കുഷ്ഠത്തിന് മരുന്നാണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള മരുന്നൊക്കെ കുടിച്ചിട്ടും കുഷ്ഠം രോഗികൾക്ക് മാറുന്നില്ല. ഇത് മദീനയിലെ മണ്ണ് കുഷ്ഠത്തിന് മരുന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പറയുന്നതൊക്കെ? മുഅ്മിനെ ചിന്തിക്കണം. കണ്ടതിനൊക്കെ നിഷേധിക്കാൻ നടക്കണ്ട കേട്ടാ. അതല്ലു പിഴപ്പിക്കുന്ന ആളുകളെ പിന്നാലെ നടക്കണ്ട. അതൊന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാവൂല. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുമില്ല. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. നമുക്കൊന്നും മനസ്സിലാവില്ല. എന്തുകൊണ്ട്, എങ്ങനെയോ അറിയില്ല. അതുകൊണ്ട് മുഅ്മിനെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രേമിച്ച വസ്തുക്കളെ പോലും മനസ്സിലാവുകയില്ല. പിന്നല്ലേ ഹബീബ് ഉമ്മു മഅബദിന്റെ ഹിജ്റക്കിടയിൽ ഉമ്മു മഅബദിന്റെ വീട്ടിലെത്തി. ഭക്ഷണമില്ല, വെള്ളമില്ല. ഉമ്മു മഅബദിന്റെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മു മഅബദിന്റെ ഭർത്താവും വീട്ടിലില്ല. ഹിജ്റ പോവുകയാണ്. പുണ്യ റസൂൽ മുസ്തഫ സിദ്ദീഖുൽ അക്ബർ കൂടെയുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ മരുഭൂമിയിൽ ഉമ്മു മഅബദ് എന്ന പെണ്ണിന്റെ വീടുണ്ടായിരുന്നു. ഉമ്മു മഅബദിന്റെ ഭർത്താവ് അബൂ മഅബദ് അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഹബീബായ നബി ചെന്ന് വീട്ടുകാരെ പലരും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ പെണ്ണിനത് നബിയാണോ എന്ന് അറിയുകയുമില്ല. അപ്പോൾ പറഞ്ഞ് പാല് പറ്റിയ ഒരു ആടുണ്ട്, അല്ലാതെ ഈ വീട്ടിലൊന്നുമില്ല, അതിൻ്റെ കയ്യിലൊന്നുമില്ല, അതിന് പാല് പറ്റിയ ആടാണ്, ഒന്നുമില്ല, ഇവിടെ വീട്ടിലൊന്നും തരാനോ ഇല്ല. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞ് ആയിക്കോട്ടെ, എന്നാ പാല് ഞാൻ ഉണ്ടോന്ന് നോക്കണേ, നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഇല്ല, എന്നാ പാൽപാത്രം എടുക്കി
പാൽപാത്രം എടുത്ത്. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ? മനസ്സിലായില്ലേ? പാൽപാത്രം എടുത്തു കൊണ്ടുവന്ന് നോക്കുമ്പോൾ ആടിങ്ങനെ കാലിങ്ങനെ അകത്തി കൊടുത്ത് ഇങ്ങനെ കറന്ന് കണ്ടവർക്കൊക്കെ കൊടുത്ത് എല്ലാവരും കുടിച്ച്. കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ കുടിച്ച്, മുത്തുനബി കുടിച്ച്. എന്നിട്ട് പാൽപാത്രം നിറച്ചിട്ട് ഉമ്മ മഅബദിന് കൊടുത്ത്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഞാൻ പോട്ടേറിന് പോയി. പിന്നെ ആ ആട് ആ നാട്ടുകാരെ പതിറ്റാണ്ടുകളോളം പോറ്റി. മനസ്സിലായില്ല നിങ്ങൾക്ക്? ആ നാട്ടുകാർ പിന്നെ ക്ഷാമകാലത്ത് എവിടേക്ക് വരും? നിങ്ങൾ ഇവിടെ ഇല്ലല്ലേ പഠിച്ചോനെ, എവിടേക്ക് വരും? ഉമ്മ മഅബദിന്റെ വീട്ടിലേക്ക് വരും. കൊല്ലങ്ങളനവധി. അബൂ മഅബദ് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ചോദിച്ച്, എന്തെങ്കിലും കൂടെ ഉണ്ടായോ? അവിടെ ഉണ്ടായി. എന്തേ ഉണ്ടായത്? ഇവിടെ ഒരാൾ വന്നിരുന്നു, ഒരു വല്ലാത്തൊരാളാണ് ആ ആൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്തേ ഉണ്ടായത്? ഞാൻ പറയുകയും ചെയ്തു, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു പാല് പറ്റിയ ആടുണ്ട്. അപ്പോൾ ആൾ ചോദിച്ച്, എന്നാ പാല് പറ്റിയ ആടിൻ്റെ അകത്തിൽ പാലുണ്ടെന്നോ ഞാൻ നോക്കണതിന് വിരോധമുണ്ടോ? ഇല്ല, വിരോധമൊന്നുമില്ല. അങ്ങനെ പാൽപാത്രം ഞാൻ കൊടുത്ത് നിറഞ്ഞ പാല് കുടിച്ച്. അപ്പോൾ ഇവിടെ പലരും വന്നു, അവർക്കൊക്കെ കൊടുത്തു. എനിക്ക് പാല് നിറച്ച് തന്നു, അവരും കുടിച്ചു. ഇനി എന്നും പാലുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ടുണ്ട് കാണും. അപ്പോൾ അബൂ മഅബദ് പറഞ്ഞു, അത് ഖുറൈശികൾ അന്വേഷിക്കണം, അയാൾ തന്നെയായിരിക്കും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാത്ത അയാളായിരിക്കും, അയാൾക്ക് അതിന് കഴിയുള്ളൂ. മുഹമ്മദ് മുസ്തഫ മനസ്സിൽ ചിരിക്കടാ. എന്നിട്ട് സലാത്തില് സലാത്തുള്ള സലാമുള്ള അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പിന്നെ പതിറ്റാണ്ടുകളോളം ആ ഗ്രാമക്കാർ കുടുങ്ങിയാൽ നേരെ ഒരു വീട്ടിലൊരു ഭക്ഷണം അല്ലെങ്കിൽ ഉമ്മ മഅബദിന്റെ വീട്ടിലേക്ക് പാഞ്ഞു വരും. ആരും ഊറ്റും, ഊറ്റിയാൽ അപ്പം നിറയും. ആട് കുടിക്കും, അടുത്ത ആൾ പാഞ്ഞു വരും, അയാൾ ഊറ്റും. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു വീടായി ഏത്? ഉമ്മ മഅബദിന്റെ ആട്. കൊല്ലങ്ങൾ അനവധി. നിങ്ങളിന്റെ കൂടെ അല്ലേ? ഒരു നാട്ടിനെ മുഴുവനും പോറ്റി ഉമ്മ മഅബദിന്റെ ആട്. കാരണം അതിന്റെ അകട്ടിൽ ഒരു വട്ടം ഒന്ന് കൈകൊണ്ട് തൊട്ടു. ആര്? മുഹമ്മദ് മുസ്തഫാന്റെ കൈയിന്റെ രോമാറിയാടാ നിനക്ക്. ആ റസൂലുള്ളാന്റെ രോമാറിയാടാ നിനക്ക്. മുത്ത് മുഹമ്മദ് മുസ്തഫ അറിയെന്ന് പറഞ്ഞവനടാ ജാഹിലാണ്. അവൻ പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. എനിക്കറിയില്ല, എനിക്ക് റസൂലുള്ളാഹിനെ അറിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ മരിക്കണത് വരെ പഠിച്ചാലും അറിയില്ല. അത്രയും വലിയ മഹാനാണ് മുഹമ്മദ് മുസ്തഫ. ഒന്നറിയും, നമ്മൾ എത്ര പഠിച്ചാലും തീരാത്ത മഹാനാണ് മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞത്? എല്ലാവർക്കും ഹബീബിനെ പറ്റി എത്രയേറെ പറഞ്ഞ പല ആളുകളുമുണ്ട്. അവർക്ക് ഹബീബിനെ അവർക്ക് ഹബീബിന്റെ ഹബീബിന്റെ രോമത്തിന്റെ കതിർ പോലും, കതിറിന്റെ നേരിയ കതിർ പോലും ഹബീബിനെ പറ്റി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക. മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സലാത്തിലേക്കൊള്ളിട്ടാ, എപ്പോഴും സലാത്തിലേക്കൊള്ളി. നമ്മളങ്ങനെ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹിനെ സ്വപ്നം കാണണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വപ്നം കാണണ്ടേ? എല്ലാ രാത്രിയിലും കൗസർ സൂറത്ത് ഓതിക്കോളി. റസൂലുള്ളാഹിനെ സ്വപ്നം കാണുമെന്ന് അതിന്റെ ഫളായിൽ കാണാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 100 വട്ടം, 6 മിനിറ്റ് മതി 100 വട്ടം കൗസർ ഓതാൻ. 100 വട്ടം കൗസർ ഓതുക എല്ലാ രാത്രിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 100 വട്ടം ഓതുക എല്ലാ രാത്രിയും. സ്വപ്നത്തിൽ കണ്ടാ മതി. മനറാനി ഫിൽ മനാം ഫഖദ് ഫസയറാനി ഫിൽ യഖ്ലാ. ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ പിന്നെ സന്തോഷത്തിൽ അയാൾ നേരിട്ട് തന്നെ കാണും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നെ സ്വപ്നത്തിൽ ഒരു വട്ടം കണ്ടാൽ മതി, പിന്നെ സന്തോഷത്തിൽ നേരിട്ട് തന്നെ കാണും.
അല്ലാഹുവേ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ തൗഫീഖ്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, സ്വഹീഹ് ബുഖാരിയിലുണ്ട്. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്വ. ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ പിന്നെ നേരിട്ട് തന്നെ കാണും, സന്തോഷത്തിൽ കാണും. അള്ളാഹിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ റസൂൽ ചിരിക്കും. ഒരിക്കൽ എന്നെ കണ്ടിട്ടില്ല, സന്തോഷമായതുകൊണ്ട് ഞാൻ എൻ്റെ ഉറക്കത്തിൽ വന്നതായിരുന്നു, എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ ഒരു അൽഹംദുലില്ലാ, റസൂൽ നമ്മൾ ഇഷ്ടപ്പെട്ടല്ലോ, ഷഫാഅത്ത് കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് പറ അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ഭയങ്കര ഭാഗ്യമല്ലേ, റസൂലിനെ കാണണം, ഭയങ്കര ഭാഗ്യം. മൻ റആനി ഫിൽ മനാം ഫസയറാനി ഫിൽ യഖ്ലാ. എന്നെ സ്വപ്നത്തിൽ കാണാൻ അധ്വാനിച്ചു കൊള്ളുക, എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ പിന്നെ നേരിട്ട് തന്നെ കാണും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ അധ്വാനിച്ചു കൊള്ളുക. ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടാ വിജയിച്ചല്ലോ. മൻ റആനി ഫിൽ മനാം ഫസയറാനി ഫിൽ യഖ്ലാ. മഹാനായ കണ്യത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. പിന്നെ ഒരു ഡൗട്ട്, റസൂലുള്ളാഹിക്ക് ഒരു മുദ്രയുണ്ട്, ഒരു പ്രവാചകത്തിൽ തന്നെ മുദ്രയുണ്ട് റസൂലുള്ളാഹിക്ക്. ഇവിടെ ഒരു മാംസത്തിൻ്റെ ഒരു പൊന്തി നിൽക്കുന്നൊരു അടയാളമുണ്ട് മുഹമ്മദ് മുസ്തഫക്ക്. ആ അടയാളം കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ വാശി പിടിച്ചു, അല്ലാഹുവേ അങ്ങനെ പറ്റൂലല്ലോ, എനിക്ക് അടയാളം കാണാൻ കഴിഞ്ഞില്ലല്ലോ, അടയാളം തന്നെ കാണണ്ടേ. മുത്തിനോട് പറഞ്ഞു, മുത്തിനബി നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് അടയാളം കാണാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ രണ്ടാം വട്ടം പിന്നെ വന്നു റസൂലുള്ളാഹി, അടയാളം കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ല, എന്താ രസം, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ. അതാണ് നമ്മളെ നേതാവ്, അതാണ് കണ്ണിയത്ത്. അതാണ് ഞങ്ങളുടെ നേതാവ്, അവരെ മക്കളെ ഞങ്ങൾ അസലുള്ള കൂട്ടരാണ്, ഞങ്ങൾ അസിലുള്ള കൂട്ടരാണ്, അതാണ് ഞങ്ങളുടെ നേതാവ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. അള്ളാഹുവിനെ ദറജയേറ്റി കൊടുക്കട്ടെ. അവനാൻ്റെ വാപ്പാരെ വൽപ്പത്തരം പറഞ്ഞൂടെ? പറയും മനുഷ്യന്മാരെ, അത് നമ്മളെ വൽപ്പത്തരല്ലേ, ഞങ്ങളുടെ നേതാവ് ആരാന്ന് ഞങ്ങൾ വിചാരിച്ച്. ഞങ്ങൾ നേതാവിന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വപ്നത്തിൽ കണ്ടു. അന്ന് അടയാളം കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ വാശി പിടിച്ചു, അല്ലാഹുവേ അടയാളം കാണണല്ലോ. മുത്തനബിനോട് പറഞ്ഞു, മുത്തനബി ഞങ്ങൾ വന്നു പോയിട്ട് എനിക്ക് അടയാളം കാണാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്കൊരു അടയാളല്ലേ ഇവിടെ. പിന്നെ എന്ത് ചെയ്തേ? പിന്നെ വന്ന് തോള് തുറന്ന് കാണിച്ചു കൊടുത്തു. അപ്പം മതി അത് കണ്ട് എങ്ങനെയുണ്ട്? അതാ ഞങ്ങളെ നേതാവ്, അതാണ് ഞങ്ങളുടെ നേതാവ്, അതാണ് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ്, അതാണ് പുണ്യ സമസ്തയുടെ നേതാവ് മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നഫറല്ലാഹു മർഖദാ. അപ്പോൾ ഞങ്ങൾ അസ്ലുള്ള കൂട്ടരാണ്, ഞങ്ങൾ വെറും കൂട്ടരല്ല, ഞങ്ങൾ അസ്ലുള്ളവരാണ്, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. ഇങ്ങനെ ഒരാളുണ്ടോ? ഇങ്ങനെ ഒരാൾ ഇവിടുത്തെ ഏതെങ്കിലും വഹാബി മൗദൂദിക്ക് പറയാൻ കഴിയോ? ഞാൻ കുറ്റല്ല പറയണത്, നിങ്ങൾ പറയാൻ കഴിയോ? ഇല്ല, ഉണ്ടാവില്ല. ചിന്തിക്കണം. ഉമ്മിനെ ചിന്തിക്കണം. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ലാ. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവരെന്നെ നേരിട്ട് കണ്ടതിന് തുല്യമാ, അല്ലെങ്കിൽ നേരിട്ട് എന്നെ കാണുക തന്നെ ചെയ്യുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം, അത് ഭാഗ്യമാണ്. മുഅ്മിനെ ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രം പൊട്ടിപ്പോയ പാത്രത്തെ വെള്ളി കെട്ടി സൂക്ഷിച്ചു. പിന്നെ ആ പാത്രം അനസ് ബിൻ മാലിക് നൽകി റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു 100 ചില്ലാനം വയസ്സായി മരിച്ചുപോയി റളിയല്ലാഹു അൻഹു. അനസ് മരിച്ചപ്പോൾ അനസിന്റെ കുടുംബക്കാര് മുഴുവനും വാശി പിടിച്ച്, പാത്രം എനിക്ക് വേണം. മക്കളുണ്ടാകാനും സമ്പത്തുണ്ടാകാനും റസൂലുള്ള ദുആ ചെയ്ത സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. കയ്യും കണക്കില്ലാത്ത മക്കളുണ്ടായി, മുതലുണ്ടായി. അവസാനം മരിച്ചപ്പോൾ മക്കളെല്ലാവരും വാശി പിടിച്ചു, പാത്രം എനിക്ക്. ആരും പാത്രത്തിൽ വിടില്ല. അത്ര പോന്നൊരു പാത്രത്തിനാണ് അർപ്പിച്ചത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. റസൂലുള്ള വെള്ളം കുടിച്ചിരുന്ന ഒരു പാത്രം പൊട്ടിപ്പോയപ്പോൾ അത് വെള്ളി കെട്ടിയിട്ട് അനസിന് ദാനമായി കൊടുത്തു റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിയുടെ റസൂലുള്ളാഹിയുടെ ഒരു ഖാദിമാണ്, ഒരു സേവകനാണ്. ആര്? അനസ് റളിയല്ലാഹു അൻഹു. 10 കൊല്ലം മദീനയിലെ 10 കൊല്ലം റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ട് അനസ് റളിയല്ലാഹു. അല്ലാഹുവിന്റെ ദറജ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. അവരൊക്കെ വലിയ ഇഷ്ടമാണ് പഠിച്ചവനെ. അവരുടെയൊക്കെ സ്വർഗ്ഗത്തിൽ അവരെ കൂടെ ഞങ്ങളെ ആക്കി തരണം പഠിച്ചു, ഞങ്ങളെ ഒഴിവാക്കരുത് റബ്ബേ. ഇന്നാ നുഹിബ്ബുഹും യാ അല്ലാഹ്. അവരെ കൂട്ടത്തിലേക്ക് ഞങ്ങളാക്കി തരണമേ റബ്ബേ. അങ്ങനെ അനസ് വഫാത്തായി. 100 ചില്ലാനം വയസ്സ് കഴിഞ്ഞ് അനസ് വഫാത്തായി റളിയല്ലാഹു അൻഹു.
നിനക്കെമ്പാടും മുതലുണ്ടാകട്ടെ, നിനക്കെമ്പാടും മക്കളും ഉണ്ടാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത പോനാണ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് വഫാത്തായപ്പോൾ സമ്പത്തിന് കണക്കില്ല, മക്കൾക്ക് കണക്കില്ല. അതിന് മാത്രം മുതലുമുണ്ടായി, അതിന് മാത്രം മക്കളുമുണ്ടായി അനസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അനന്തര സമ്പത്ത് ഓഹരി ചെയ്തപ്പോൾ അനസിന്റെ ആ പിൻഗാമികൾ റളിയല്ലാഹു അൻഹു, അനസ് തങ്ങളുടെ പിൻഗാമികളായ വാരിഥ്യങ്ങൾ മക്കൾ തർക്കിച്ചു. എനിക്ക് വേണം മുതൽ, എനിക്ക് വേണം പാത്രം, എനിക്ക് വേണം പാത്രം, എനിക്ക് വേണം പാത്രം, എനിക്ക് വേണം പാത്രം. അവസാനം അതിൽ തർക്കായി. മദീനക്കാർ എന്ത് ചെയ്ത് ആ പാത്രം വിറ്റിട്ട് അതിന്റെ സമ്പത്ത് ഓഹരി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനമായി. അവസാനം എന്തായി? ബസ്രക്കാരനായ ഒരു മുഅ്മിന് 20,000 സ്വർണ്ണ നാണയങ്ങൾക്ക് ആ പൊളിഞ്ഞ പാത്രം വാങ്ങി. എന്താ പറഞ്ഞേ? 20,000 സ്വർണ്ണ നാണയങ്ങൾക്ക് പകരമായി ആ പാത്രം വാങ്ങി. ആ പൊളിഞ്ഞ പാത്രം ശരീബ ഫീഹി റസൂലുള്ളാഹി അൽമാ, ആ പാത്രത്തിൽ സാധാരണ റസൂലുള്ള വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. ആ പാത്രം, ആ പൊളിഞ്ഞ പാത്രം 20,000 സ്വർണ്ണ നാണയങ്ങൾക്ക് ബസ്രക്കാരനായ ഒരാൾ വാങ്ങിക്കൊണ്ടേ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? പിന്നെ കുറെ കാലം കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇമാം ബുഖാരി തങ്ങൾ ജനിച്ചു റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇമാം ബുഖാരി തങ്ങൾക്ക് വിവരം കിട്ടിയ റസൂലുള്ളാഹിന്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രം പൊട്ടിയിട്ട് വെള്ളി കെട്ടി അനസിന് കൊടുത്തിരുന്നു റളിയല്ലാഹു അൻഹു. അനസ് വഫാത്തായപ്പോൾ പിന്നീട് അത് ബസറക്കാർക്ക് വിറ്റിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ഓത്ത് നിർത്തിയിട്ട് ബസറയിലേക്ക് നാടുവിട്ട് പോയി. ആര്? ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു. എന്തിന്? ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നടന്ന് അന്വേഷിച്ച്. ചിന്തിക്കണം, ചിന്തിക്ക്. അങ്ങനെ ആ വാങ്ങിക്കൊണ്ടുപോയ ധനാഢ്യന്റെ പിൻഗാമികളിൽ നിന്നും ആ പാത്രം ഫവജദഹു, ആ പാത്രം കണ്ടെത്തിക്കാൻ ബുഖാരി ഇമാമിന് കഴിഞ്ഞു. ഫശരിബ ഫീഹിൽ മാ തബറുകം ബിറസൂലില്ലാഹ്. ബുഖാറിയിൽ നിന്ന് നേരെ വന്നു എങ്ങോട്ട്? ബസ്രയിലേക്ക്. ഒന്ന് സെൻട്രൽ ഏഷ്യയാണ്, ഒന്ന് ഇറാഖിന്റെ അങ്ങേ തലയുമാണ്. എത്രയാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചിന്തിക്ക്. ബസ്രയിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഒരു രാത്രി കഴിഞ്ഞാലും എത്തൂല. ഒരു ബസ്രയിൽ നിന്ന് ബഗ്ദാദിലേക്ക് 900 ചില്ലാനും കിലോമീറ്ററാണ്. ബസ്രയിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഇന്നത്തെ കാലത്തെ വലിയ ഹൈ ലെവലുള്ള ബസ്സുകളിൽ പോയാൽ ഒരു പകല് മുഴുവൻ യാത്ര ചെയ്താൽ എത്തൂല. ഇത് ബസ്രയിലേക്ക് എത്തുന്നത് എവിടുന്നാണ്? സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ്. ബുഖാറ സെൻട്രൽ ഏഷ്യയിലാണ്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗമാണ് ബുഖാറ. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ്. പഴയ USSRന്റെ ഭാഗമായിരുന്നു ഏത്? ബുഖാറ. അവിടുന്ന് വരികയാണ് ആര്? ബുഖാരി ഇമാം വെള്ളം കുടിക്കാൻ 1000കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത്, നടന്നും ഒട്ടകപ്പുറത്തും കൈതപ്പുറത്തും യാത്ര ചെയ്യുക. എന്തിനു വേണ്ടി? ഒരു പാത്രത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി. എന്തേ? ശരി, ആ പാത്രത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ആളാണ് ബുഖാരി ഇമാമായി മാറിയത് റളിയല്ലാഹു അൻഹു. അപ്പൊ വലിപ്പത്തര ഇതൊക്കെ നിഷേധിച്ച് നടക്കുന്നു. നടക്കാന്നല്ലാതെ എന്താ? അള്ളാഹു കാക്കട്ടെ. അവൻ എന്തറിയും?